ഇനി നമ്മുടെ ടോപ്പ് സിംഗറിൽ പെർഫോമൻസ് റൗണ്ട് വരാൻ പോവാണ്. ആൻസറ കുട്ടിയാണ് എത്തുന്നത്. കേൾക്കാൻ നോക്ക്. വെൽക്കം ആൻസറ കുട്ടി ഓൺ സ്റ്റേജ്. ആൻസറക്കുട്ടി നടന്നു വരുന്നതിന് മുമ്പേ ക്വസ്റ്റ്യൻ വന്നു. എന്താണ് ഹേ കാലിലൊക്കെ എന്തായി കാണുന്നത്? കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റി മഴവില്ലോ? ഇലക്ട്രിക് സെറ. ഇത് ആര് മേടിച്ചെന്ന്? ഇത് ഇതെന്റെ ഡാഡി മേടിച്ചത്. അല്ലേ? ഇലക്ട്രിക് ആൻസറ. അങ്ങനെ ഇലക്ട്ര അത് ഇത് മധുവിന് ചേരും കേട്ടോ. ആണല്ലേ? ഇതിന് കുറച്ച് വലിയ സൈസ് കിട്ടുവായിരുന്നെങ്കിൽ അല്ലേ? വലിയ സൈസ് കിട്ടാണെങ്കിൽ പിങ്ക് കളറാ. ആണോ? വിഷയല്ല മധു. ഇത് ബ്ലൂ ഉണ്ടായിരുന്നു. ഗാനമേളക്കൊക്കെ പാടണം നല്ലതായിരിക്കും അല്ലേ? ശരി, വേറെ എക്സ്ട്രാ ലൈറ്റ് വേണ്ട. കറണ്ട് ഒക്കെ പോകും. മധുങ്ങളുടെ ചെരുപ്പ് മാത്രം തിളങ്ങി. എൻട്രി ഇല്ലല്ലേ? ഇടയ്ക്ക് കാലൊക്കെ ഇങ്ങനെ പൊക്കി. മോളെ ഏത് പാട്ടാ പാടുന്നേ? ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല്. ചെല്ലക്കാറ്റെ ചൊല്ല ചൊല്ല്. ഡീറ്റെയിൽസ് പറയാം. ഡീറ്റെയിൽസ് മ്യൂസിക് ഇളയരാജൻ ഇളയരാജ സർ ആൻഡ് ലിറിക്സ് കൈതപ്പുറം സർ. പിന്നെ സിനിമയുടെ ഇയർ 2000. സിനിമയുടെ പേര് കൊച്ചു കൊച്ചു സന്തോഷം. സിംഗർ യേശുദാസ് സർ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എം ജി അങ്കിളിനോട്? എന്തെങ്കിലും ചോദിക്കേ. ജംഗിള് ലോറി പോയിട്ടുണ്ടോ? ഞാൻ ലോറി പോയിട്ടുണ്ടോന്നോ? എനിക്കൊരു 10-20 ലോറി ഉണ്ടായിരുന്നു മോളെ. ശരിക്കും ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന തന്നെ ലോറിയാ. സാധാരണ എല്ലാരും എല്ലായിടത്തല്ലേ പഠിക്കുന്നത് ഈ ലേണിംഗ്. അപ്പൊ എം ജി അങ്കിൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് തന്നെ ലോറിയിലാണ്. ആദ്യം തന്നെ ഞാൻ നമസ്തേ എന്ന് പറഞ്ഞ് ലോറി കയറി. ഫസ്റ്റ് കയറിട്ട് ഒരൊറ്റ എടുപ്പ്. എന്നാ ഞാൻ കുറെ നാളായി ലോറി പോയിട്ട് എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകാമോ? മോളെ എല്ലാം കംപ്ലീറ്റ് വിറ്റ്. ലോറി ഇല്ലേ? ലോറി ഇല്ലേ ഇപ്പൊ കംപ്ലീറ്റ് പോയി. ചെകുത്താൻ എന്നാണ് പേര്. അത് എന്റെ ഒരു ലോറിയാണ് ഞാൻ കൊടുത്തത്. മറ്റേ സ്ഫടികത്തില്. അത് അങ്ങളുടെ ലോറിയാ? അത് 49 ലോറി ഉണ്ടായിരുന്നു. ആ 49 വിറ്റ് ഒരെണ്ണം കയ്യിൽ വെച്ചപ്പോ ലാല് പറഞ്ഞ് എനിക്ക് വേണം. അതെ, നിർബന്ധം പിടിച്ചു കൊടുത്തു. അതാണ് എന്തൊക്കെ നമ്മള് കേക്കണം അല്ലേ? വേറെ ഒന്നുമില്ല. പിന്നെ അവസാനം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അത് പുഷ്പയുടെ ഷൂട്ടിനും കൊടുത്തിരുന്നു. അതിനും മറന്നുപോയല്ലേ? അത് അങ്കിളാണ്. അത് ആ വണ്ടി തന്നെ. ആ വണ്ടി തന്നെ. അത് ചെകുത്താൻ എന്നുള്ള മാറിയിട്ട് പിന്നെ പല പേരിലും ലോറിയാക്കി. ചില സമയത്ത് പുഷ്പേണ. അതെ. എന്താണ് പക്ഷെ ഇങ്ങനെ ആക്ഷേപിക്കല്ലേ? എം ജി അങ്കിള് പുഷ്പനാണോ? പുഷ്പയാണോ? എം ജി അങ്കിള് ഫ്ലവർ അല്ല, ഫയർ ആണ്. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയർ ആണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ലോറിയുടെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മള് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കുറച്ചേരായില്ലേ? അപ്പൊ ഒരു ടങ് ട്വിസ്റ്റർ ആണ് ഇത്. ഇത് പറയണം. കാർ റാലി പോലെ ലോറി റാലിയാ? കാർ റാലി പോലെയല്ല. കാർ റാലി പോലെയല്ല ലോറി റാലി. കാർ റാലി പോലെയല്ല ലോറി റാലി. കാർ റാലി പോലെയല്ല ലോറി റാലി. 3 വട്ടം. കാർ റാലി പോലെയല്ല ലോറി റാലി. റാലി പോലെയല്ല ലോറി റാലി. റാലി പോലെയല്ല ലോറി റാലി. റാലി പോലെയല്ല ലോറി റാലി. സ്പീഡില് പറഞ്ഞ റാലി പോലെയല്ല ലോറി റാലി. സ്പീഡില് പറയണ്ട. റാലി പോലെയല്ല ലോറി റാലി. അല്ലെങ്കിൽ കുസൃതി ചോദ്യമൊക്കെ വരുമ്പോ ആദ്യം പറയുന്ന ബിന്നിയായിട്ട് മിണ്ടാണ്ടിരിക്കുന്നൊക്കെ. അല്ല, ഞാൻ മാത്രം ടങ് ട്വിസ്റ്റർ മാത്രം പിടിക്കും. അതൊക്കെ ഞാൻ പറയാം. ഭക്ഷണം കഴിച്ച് നാക്ക് തേഞ്ഞു. കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കണം. ബിന്നിയാണ്ടി പറ. കാറ് റാലി പോലൊരു ലോറി റാലി അല്ല. കാർ റാലി പോലെയല്ല ലോറി റാലി. കാറ് റാലി പോലെയല്ല ലോറി റാലി. 3 കാറ് റാലി പോലെയല്ല ലോറി റാലി. കാറ് റാലി പോലെയല്ല ലോറി റാലി. അതില്ലേ, എന്റെ ഫാമിലി വന്നിട്ടുണ്ട്. ആണോ? എന്റെ കസിൻസ്. എവിടെ കസിൻസ്? 2 പേരുണ്ട്. കുഞ്ഞിക്കുട്ടികളൊന്നും എണീറ്റേ. അവര് 3 ആളും ഒരേ ഉടുപ്പാട്ട് ഇട്ടിരിക്കുന്നത്. പേരെന്താ രണ്ടാളുടെ? പേര് ബ്രൈറ്റ. അടുത്ത ആള് ബ്രിറ്റ. ബ്രിറ്റ. അത് ശരി, അത് കൊള്ളാലോ. ബ്രിറ്റ. ഓക്കെ, കൊള്ളാം. വെറൈറ്റി ആയിട്ടുള്ള പേരുകളാണ് അല്ലേ? ചേട്ടന്റെ പേര്? അഗസ്റ്റിൻ. അഗസ്റ്റിൻ. ആൻസർ കുട്ടിയുടെ അങ്കിളാണ്. അങ്കിളാണ്. ഓക്കെ. റിംഗ. 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 പക്ഷെ എല്ലാം വെറൈറ്റി പേരുകളാണ്. പിന്നുള്ളത് പിന്നെ അപ്പൂപ്പൻ, അമ്മുമ്മ. മാഗി, ബെന്നി. അത് അപ്പൂപ്പൻ. ബെന്നി. ഓക്കെ. ബെന്നി. പിന്നെ അങ്ങേറ്റത്തിരിക്കുന്ന ആൻസറുടെ ആന്റിയാണ് റിന്റു. റിന്റു. എല്ലാവർക്കും 2 അങ്കിളാണ് ഷിജോയ്.
ഷിജോയ്. അപ്പൊ എല്ലാരും റെഡി അല്ലേ ആൻസർ കുട്ടിയുടെ പാട്ട് കേൾക്കാൻ? ഞാൻ വിചാരിച്ചു പിന്റു എന്നാണ് പറയാൻ പറ്റുന്നത്. ഓൾ ദ ബെസ്റ്റ് ആൻസർ കുട്ടി. ഓക്കെ. വെരി ഗുഡ്. ആൻസർ കുട്ടി, എന്തോ മോള് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞു, കുറെ ഭാഗങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. ഇതിനകത്ത് കുറച്ച് നോട്ട്സ് ആണ് മോളുടെ, നോട്ട്സും അക്ഷരവും.
അതിന്റെ ഒരു ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞിരുന്നു. കുറേ ഭാഗങ്ങളൊക്കെ നല്ല രസമായിട്ട് പാടുന്നുണ്ട്. തളർന്ന് വീണ് ഉറങ്ങും, അങ്ങനെ കുറെ പോർഷൻസ് നല്ലതാണ്. എങ്കിലും മേജർ പോർഷൻസ് ഈ പാട്ടിനകത്ത് മോക്ക് വന്നിരിക്കുന്നത് ഇപ്പം ഇതൊരു താളത്തിലാണല്ലോ പോകുന്നത്. അപ്പൊ ആ ബീറ്റിനനുസരിച്ച് തത്തത്താരെ തത്ത തത്ത തത്താരെ തീതര തത്തത്താരെ തത്ത 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 ആ ഗ്രൂവിൽ കിടന്നാലേ ഈ പാട്ടിനൊരു പെപ്പിനെസ് കിട്ടത്തുള്ളൂ. അതുപോലെ കുട്ടിക്കുറു കുറുമ്പി, അതുപോലെ തന്നെ കഥ കടയ്ക്കും, പിന്നെ പൂന്തേൻ നുകർന്നാടി, അവിടെയൊക്കെ മോക്ക് അക്ഷരങ്ങൾ കുറച്ചൊരു ക്ലാരിറ്റി. ഒന്ന് പാടാവോ? ചെല്ലക്കാറ്റ് ചെല്ലക്കാറ്റി ചൊല്ല് ചൊല്ല് ആ ചോ വരട്ടെ. ചൊല്ല് 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 ചക്കരവാക്കിലെന്ത് ചക്കരവാക്കിലെന്തുണ്ട്? ആ ചക്കരവാക്കിലെന്തുണ്ട് വാക്കില് ബാക്കി അതല്ല, ചക്കരവാക്കിലെന്തുണ്ട്. സിമ്പിളാണ്. ചക്കരവാക്കിലെന്തുണ്ട്? അടുത്ത മായക്കാറ്റ് 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 മായ മായക്കാറ്റ് ആ. ഇല്ല ഇല്ല അങ്ങനെ നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിൽക്കത്തില്ല. അവരടുത്ത് സോഫ്റ്റ് ആയിട്ട് പറയാം. നില്ല് നില്ല് നിക്കടാ അവിടെ എന്നുള്ള പോലെ. അതെ, നില്ല് നില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാം എനിക്ക് സൗകര്യമില്ലെന്ന് പറയും. നില്ല് നില്ല് ചിത്തിര കയ്യിലെന്തുണ്ട്. അത് കഴിഞ്ഞ അടുത്തത് അത്തിമര അത്തിമരത്തിലെ കൊച്ചു കിളിക്കൂട്ടിൽ കിളിക്കൂട്ടിൽ കൂട്ടിൽ ആ പുള്ളിക്കുയിൽ കുഞ്ഞ് കൊഞ്ചം കൂറുമൊഴിയോ ഓക്കെ. പെറ്റുപെരുകണ അതെ, പെറ്റുപെരുകണ തത്തത്താരാര. പെറ്റുപെരുകണ പൊന്മയിൽ പീലിയോ ചെല്ലക്കാറ്റ് പൊന്മയിൽ പീലിയോ ചെല്ലക്കാറ്റ് പൊന്മയിൽ പീലിയോ ചെല്ലക്കാറ്റ് ആ. ചൊല്ല് ചൊല്ല് ചക്കരവാക്കിലെന്തുണ്ട്. എന്നാലും ഇത് രാജാ സാർ കേട്ട് കഴിഞ്ഞപ്പോ പിടിച്ച് മരിഞ്ഞു കളയും. കാരണം അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹം എപ്പ പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴും ഇതുപോലെ ഈ ഗ്രൂവിലാണ് പറയുന്നത്. അത് പാട്ടുകാരന്റെ അടുത്ത് മാത്രമല്ല, ലിറിക് റൈറ്ററുടെ അടുത്ത് വരെ പറയും. ഇപ്പം ആറ്റിറമ്പിലെ കൊമ്പിലെ ഒരു എക്സാമ്പിൾ. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ മിണ്ടാതടി മിണുങ്ങാതടി. അപ്പം ഗിരീഷിന്റെ അടുത്ത് പറഞ്ഞു, ഗിരി ആദ്യം എഴുതി കൊടുത്ത് പറഞ്ഞു ഇത് നീയേ വെച്ചിരുங்க, എന്നോട് ഋതം ഇരിക്കേ അന്ത ഋതത്തിലേ இந்த மாதிரி എന്ന് പറഞ്ഞ് തമിഴില് ഒരു പദം പാടി കേൾപ്പിച്ചു. അപ്പൊ തന്നെ ഗിരീഷ് എഴുതി കൊടുത്തു. കറക്റ്റ് ആയിരിക്കും. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ മിണ്ടാതടി മിണുങ്ങ. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇതുപോലെ മോള് പഠിച്ച് പാടിയിരുന്നത് നന്നായിരുന്നു. ഇതാണ് മൊത്തത്തിൽ വരുന്നത്. ഇനി ഞാൻ ഓരോന്നായിട്ട് എടുത്തെടുത്ത് പറയുന്നില്ല. ടോട്ടലായിട്ട് ആ ഗ്രൂവിൽ വീഴണം, സംഗതികൾ കറക്റ്റ് ആയിരിക്കണം, നൊട്ടേഷൻസ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആൻസർ കുട്ടി എന്തോ പാടിയപ്പോ കണ്ണൊന്നും കാണാനുണ്ടായിരുന്നില്ലല്ലോ. തൊപ്പി ഇങ്ങനെ ആ, ഇരുന്നിട്ടല്ലേ? തൊപ്പി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതെ. ദൊപ്പി തൊപ്പി എന്തോ മൈക്കിൾ ജാക്സന്റെ. പിന്നെ കുറച്ചൊന്നിങ്ങനെ മേലെ വെക്കൂ, ഇപ്പൊ ഞങ്ങൾക്കൊന്ന് കാണാൻ. ആ ഇപ്പഴാണ് ആ ഭംഗി കാണുന്നത് ഞങ്ങള്, ആ സൗന്ദര്യം. അതെ, അല്ലേ? തൊപ്പി മാറ്റണോ? ആ വേണ്ട, അതിന് ഇഷ്ടം. മുടി കുറച്ച് മുടി കുറച്ച് ചാടായിട്ടിരിക്കണേ. ആണോ ചെറുതായിട്ടിരിക്കണേ. ആ. പാട്ട് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നന്നായിട്ട് പാടി, തുടക്കം മുതൽ അവസാനം വരെ നന്നായിട്ട് പാടി. ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, പിന്നെ അതിന്റെ ഫീല് വേണം, അതാണ് മെയിൻ. പിന്നെ ശ്രീകുട്ടനങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണ് ബാക്കിയുള്ള എല്ലാം. എനിക്ക് പക്ഷെ കുട്ടിക്കാലം ഇത്രയും ചെറിയ കുട്ടിയായിട്ട് ഇത്രയൊക്കെ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, അത് ഞാൻ വലിയ കേട്ടോ. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആൻസറ കുട്ടി, എന്തോ ആൻസറ വീട്ടിൽ എന്താ വിളിക്കുന്നത്? അന്നക്കുട്ടി. അന്നക്കുട്ടി. സോറി കേട്ടോ, പിന്നെ ആന്റി മറന്നുപോയി. അന്നക്കുട്ടി, എന്താ? നല്ല പാട്ട് സെലക്ഷൻ. ഈ സിനിമ മറക്കാൻ പറ്റൂല. കാരണം നമ്മുടെ ജയറാമേട്ടന്റെ മോൻ കാളിദാസൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയല്ലേ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഇപ്പൊ വീണ്ടും വരുന്നുണ്ട് ജയറാമേട്ടനും കാളിദാസും അഭിനയിക്കുന്ന. ഓ, ഇത്ര വർഷങ്ങൾ കഴിഞ്ഞല്ലേ അസാധ്യമായിട്ട് കുട്ടി അഭിനയിച്ച നല്ലൊരു പാട്ട്. നല്ല പാട്ടുകൾ വേറെ ഉണ്ട്, ഒന്ന് രണ്ട് കോടമഞ്ഞിൻ താഴ്വരയിൽ നല്ല പാട്ട്. അതിന് നല്ല പാട്ടുകളൊക്കെ ഉള്ള സിനിമയാണ്. അപ്പൊ മോള് ഇവര് പറഞ്ഞതെല്ലാം രണ്ടുപേരും പറഞ്ഞു. ഞാൻ ഇനി അതിനെ കുറിച്ച് പറയുന്നില്ല കേട്ടോ. അതുപോലെയൊക്കെ പാടി
പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നല്ല ഏതെല്ലാം വേർഡ്സിന് എന്തൊക്കെ ഭാവം കൊടുക്കണം അതൊക്കെ ഗ്രൂമേഴ്സിനോടോ അല്ലെങ്കിൽ ഒന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ കൊടുക്കണോ, ചെല്ലക്കാറ്റി എന്ന് പറയുമ്പോ അങ്ങനെ കൊടുക്കണോ എന്നൊക്കെ ചോദിച്ച് മോൾക്കും ചോദിക്കാം കേട്ടോ. അങ്ങനെ പാടി മിടുക്കിയായിട്ട് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. So today we are giving you 97 out of 100. താങ്ക് യു. ആദ്യ ഒരു കൊച്ചു കൊച്ചു ബുക്കിറ്റി. താങ്ക് യു. ആൻസറക്കുട്ടി 4 കൊച്ചു കൊച്ചു പൂക്കുറ്റി കിട്ടി നമുക്ക്. ഹാപ്പി അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്നാ ചേട്ടാ. ടാറ്റാ.